ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫേസിൽ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരത്തിൻ്റെ ഒരു നല്ലൊരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് 100% എഫക്റ്റീവും വളരെ നാച്ചുറലായിട്ടൊരു റെമഡിയാണ്. ഇത് നിങ്ങളുടെ ഫേസിൽ ഒരുപാട് വലിയ വലിയ കുഴികളും അതേപോലെ കറുത്ത പാടുകൾ അതേപോലെ മുഖത്ത് ഒരുപാട് ചുളുക്കൾ ഡ്രൈ സ്കിന്നിനൊക്കെ വളരെ നാച്ചുറൽ നല്ല എഫക്റ്റീവ് തരുന്ന ഒരു നല്ല റിസൾട്ട് തരുന്ന ഒരു റെമഡിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ വേഗം ചെന്ന് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വേഗം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഫ്രഷ് തന്നെ ഏറ്റവും പറിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ ഫ്രഷായിട്ടുള്ളൊരു ആലുവറ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആലുവറ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കറയുണ്ട്, ഒരു മഞ്ഞ കളറിൽ വരുന്നത്. അതൊന്ന് ഊറാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം കേട്ടോ. നമ്മൾ അപ്പം ഇതിൻ്റെ ആലുവറയുടെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡിലെ നമ്മുടെ ആ മുള്ളില്ല അത് കളഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ അത് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് അതിൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടി. സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ജെല്ലിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്, കണ്ടില്ലേ? നല്ല വൃത്തിയിൽ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെല്ല് പൂർണ്ണമായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, നമ്മുടെ ഫ്രഷ് ആലുവറ ജ്യൂസ് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്തിട്ട് നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അതിനകത്ത് ഗ്രീൻ ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുന്നത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വൈറ്റമിൻ സിയുടെ സെറം ഉണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഈ വൈറ്റമിൻ സി സെറം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇത് നമ്മുടെ മുഖത്തെ കറുത്തപാടൊക്കെ പോകാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വൈറ്റമിൻ സിയുടെ സെറം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് ഈ ഐസ് ക്യൂബ് ട്രെയിനകത്തോട്ട് നമ്മുടെ ഈ ജ്യൂസ് ഒന്ന് മാറ്റാം. സോ നമ്മുടെ ഈ ട്രേക്കകത്തോട്ട് നമ്മുടെ ആലോവേറ ജെല്ലിപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു മഞ്ഞ കളറ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നമ്മുടെ ആ വൈറ്റമിൻ സിയുടെ സെറം കുറച്ച് എല്ലാത്തിനകത്തും കുറച്ച് ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നമ്മളിവിടെ വെച്ചിട്ട് ഏകദേശം ഒരു 8 hours ആവുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല? ഐസ് ക്യൂബ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിന് നമ്മുടെ ഒരു നല്ല പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റാം കേട്ടോ. സോ നിങ്ങളെല്ലാവരും കണ്ടില്ല, വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ ആ ഐസ് ക്യൂബ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്തത്. ഇപ്പം ഞാനത് ഇവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത് നമ്മുടെ ഫ്രഷായിട്ട് നമ്മുടെ ഫേസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഒന്നും തന്നെ തേച്ചിട്ടില്ല. ഇത് നമുക്കൊരു 5 minutesോളം ഏകദേശം നല്ല വൃത്തിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ മുഖത്ത് ഒരുപാട് വലിയ വലിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അടയാനും അതേപോലെ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് ബ്ലാക്ക് കളറായിട്ടുള്ള ചെറിയ ചെറിയ ഡോട്ടുകളുണ്ടെങ്കിൽ, കുരു വന്നിട്ടുള്ള പാടുകളുണ്ടെങ്കിൽ, കണ്ണിൻ്റെ അടിയിൽ കറുത്ത പാടുണ്ടെങ്കിൽ ഒക്കെ വളരെ നല്ല നാച്ചുറലായിട്ടുള്ള ഒരു റെമഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. നമ്മൾ വൈറ്റമിൻ സി സെറം കൂടെ ആഡ് ചെയ്തുകൊണ്ട് കറുത്ത പാടുകൾ പോകാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കുംബറില്ലേ, നമ്മുടെ കുക്കുംബറിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് നമ്മുടെ ആലോവേരയ്ക്കകത്തോട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നല്ല എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു സമ്മറിലും അതേപോലെ നമ്മുടെ സ്കിന്നും വളരെ 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 നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ഇങ്ങനൊന്നും ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 1 week നിങ്ങളുടെ ഫേസിലെ പിമ്പിൾസിൻ്റെ മാസ് എല്ലാം പോകും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഞാനിതിങ്ങനെ നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ആ ഐസ് എല്ലാം ഇങ്ങനെ ഇല്ലാതായിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൽ വളരെ എന്താ പറയുക നല്ലൊരു തണുത്ത ഫീലിംഗ്. ഐസ് മൊത്തം കഴിഞ്ഞു കേട്ടോ. മാത്രമല്ല എൻ്റെ സ്കിന്ന് വളരെ കൂളായിട്ട് നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഐസും കൂടി എടുക്കാം. കണ്ടില്ലേ? നമ്മുടെ അടുത്ത ഐസ് എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ എവിടെയാണ് നിങ്ങൾക്ക് ബ്ലാക്ക് കളറായിട്ടുള്ള കറുത്ത പാടുകൾ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വളരെ റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു വീക്ക്ലി 1 തവണയോ 2 തവണയോ ചെയ്താൽ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കയ്യിൽ ഇപ്പം ആലോവേറ ചെടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മുറിച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾ കടയിൽ വാങ്ങുന്ന ജെല്ല് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 15 minutes നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഏകദേശം 15 minutes ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ സ്കിന്നിലോട്ട് ആ
ആലോവേര ജെല്ലെല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ട് നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു തിളക്കവും അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ നല്ല നാച്ചുറൽ റെമഡിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, ട്രൈ ചെയ്ത് നോക്കിയേക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതിലേക്കും ബൈ.